ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഊണിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ അടിപൊളി ടേസ്റ്റിൽ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു മത്തങ്ങ ഓലനാണ്. ഈ മത്തങ്ങ ഓലനെ പറ്റി പറയുകയാണെങ്കിൽ ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് വളരെ ഈസിയാണ്. അതേപോലെ അധിക സമയമൊന്നും വേണ്ട ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ബാച്ചിലേഴ്സായിട്ട് പുറത്ത് റൂമുകളിലും ഹോസ്റ്റലിലായിട്ട് നിൽക്കുന്ന ആളുകൾക്കൊക്കെ ട്രൈ ചെയ്യാൻ പറ്റിയ വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പി തന്നെയാണിത്. അപ്പോൾ എല്ലാവരും വളരെ ഈസി ആയിട്ടുള്ള ഈ റെസിപ്പി ഒന്ന് ഉണ്ടാക്കിയതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഞങ്ങളുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതേപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി തന്നെ വിളിച്ചത് കഴിഞ്ഞാൽ ഞങ്ങൾ ഡെയിലി ഇടുന്ന ഓരോ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. ഇതിനായിട്ട് ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്തെടുത്ത മത്തങ്ങ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഏകദേശം 1/2 കിലോ മത്തങ്ങ എടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് വീതിയിൽ സ്ലൈസ് ആയിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നല്ല എരിവുള്ള 3 പച്ചമുളക് കീറിയിട്ട് കൊടുക്കാം. ഒരു തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ്. ഇനി ഇത് വേവിക്കാൻ പാകത്തിന് അല്പം വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഒരുപാട് വെള്ളം വേണ്ട, അല്പം വെള്ളം മതി. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് മിക്സിന് ശേഷം അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ മത്തങ്ങ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മത്തങ്ങ വേവിച്ചു തുടങ്ങി കുറച്ച് നേരമായിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്നു നോക്കാം. അപ്പോൾ നമ്മുടെ മത്തങ്ങയ്ക്ക് ആവശ്യത്തിന് വെന്ത് വന്നിട്ടുണ്ട്. നിങ്ങൾക്കിത് കണ്ടാൽ തന്നെ അറിയാം, നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഏകദേശം ഈ ഒരു പരുവം മതി. ഈ സമയത്ത് നല്ല തിക്കായിട്ടുള്ള തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. അതായത് 1-ാം പാല്. ഏകദേശം 1 കപ്പ് അളവിൽ ഞാൻ 1-ാം പാല് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം. തേങ്ങാപ്പാൽ ചേർത്തതിന് ശേഷം കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ഇളക്കി കൊടുക്കുക. അതേപോലെ ഫ്ലെയിം കുറച്ച് വയ്ക്കുക. ഇത് തിളച്ചൊക്കെ തുടങ്ങി കഴിഞ്ഞാൽ പിരിയാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കാം. നമുക്ക് തേങ്ങാപ്പാൽ ചേർത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. തിളയ്ക്കാനൊന്നും പാടില്ല. അതിന് തൊട്ട് മുന്നായിട്ട് തന്നെ നമുക്ക് എടുക്കണം. അപ്പോൾ നമ്മുടെ ഓലൻ ഏകദേശം റെഡി ആയി കഴിഞ്ഞു. ഇനി അവസാനമായിട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കൂടാതെ അല്പം വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ മത്തങ്ങ ഓലൻ ഇവിടെ റെഡി ആയി കഴിഞ്ഞു. നമുക്കിനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു സെർവിംഗ് ഡിഷിലോട്ട് പാർത്താം. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്ന മത്തങ്ങ ഓലൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് കഴിക്കാനായിട്ടും അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പീസൊക്കെ ട്രൈ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകൾക്കൊക്കെ ഇതെന്തായാലും നല്ലൊരു ചോയ്സ് ആയിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക. ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒപ്പം ഞങ്ങളുടെ ചാനലൊന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. JRSVയുടെ മറ്റൊരു വീഡിയോയുമായി ഇനി വരുന്നത് വരെ എല്ലാവർക്കും ബൈ.